കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്കിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെ കാരണങ്ങളുണ്ട്? നാച്ചുറൽ കോസസ് ഉണ്ട്, ഹ്യൂമൻ കോസസ് ഉണ്ട്, എക്കണോമിക് കോസസ് ആൻഡ് അതർ കോസസ്. ഫസ്റ്റത്തെ കാര്യം എന്താ? നാച്ചുറൽ കോസസ്. നാച്ചുറൽ കോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേര് പോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് ബിസിനസ്സിന് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകും. പ്രളയം, അതേപോലെ തന്നെ നമുക്ക് എന്താണ് നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? ബിസിനസ്സിനെ അത് ദോഷകരമായിട്ട് ബാധിക്കാം. ഭൂമി കുലുക്കം, ഇതൊക്കെ തന്നെ ബിസിനസ്സിനെ ദോഷകരമായിട്ട് ബാധിക്കാം. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഹ്യൂമൻ കോസസ്. ഹ്യൂമൻ കോസസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനുഷ്യന്മാരുടെ കൊണ്ട് ഇപ്പോൾ ബിസിനസ്സിൽ എന്താണ് എംപ്ലോയീസ് നല്ല രീതിയിൽ അത് കെയർലെസ് ആയിട്ട് കറക്റ്റ് അല്ലാണ്ട് പ്രവർത്തിക്കുക. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻ്റ് ആവുക. മാനേജ്മെൻറ്റൊന്നും കാര്യക്ഷമല്ലാണ്ടിരിക്കുകയാണെങ്കിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് എന്തായിരിക്കും? കറക്റ്റ് ആവില്ല, അത് പ്രോഫിറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ? എക്കണോമിക് കോസസ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, അതുവഴി ബിസിനസ്സിന് ദോഷകരമായിട്ട് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബിസിനസ്സുകാർ അടയ്ക്കേണ്ട ആ ഒരു ടാക്സിൻ്റെ അളവ് കൂട്ടുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ ബിസിനസ്സുകാർ കടമൊക്കെ എടുത്തിട്ടുണ്ടാകും, ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടുകയാണ്, അപ്പോൾ അതും പ്രോഫിറ്റിനെ ബാധിക്കും. അത് മാത്രമല്ല ഡിമാൻഡിലുള്ള ചേഞ്ച്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? എക്കണോമിക് കോസസ് എന്നുള്ള കാര്യത്തിൽ വരുന്നത്. പിന്നെ അടുത്ത കാര്യം എന്താ? അതർ കോസസ്. ഇതൊന്നും അല്ലാത്ത കാരണങ്ങൾ. ഇപ്പോൾ കള്ളം വന്ന് കള്ളം വരുന്നത്, അതേപോലെ തന്നെ സമരം നടക്കുക, ഇതൊക്കെ തന്നെയാണ് അതർ കോസസ് എന്നുള്ള ആസ്പെക്റ്റിൽ വരുന്നത്. അങ്ങനെ മൊത്തം 4 കോസസ് ആണ് ഉള്ളത്.